ലളിത സംഗീത രംഗത്ത് ശ്രീ രാധാകൃഷ്ണൻ ചെയ്ത സംഭാവനകളെക്കുറിച്ച് ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു. ലളിതഗാനങ്ങളുടെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. എന്നാൽ ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് ശാസ്ത്രീയ സംഗീത രംഗത്തെ രണ്ട് പ്രതിഭകളാണ്. അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് പത്മശ്രീ നെയ്യാറ്റിൻകര വാസുദേവൻ, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഡോക്ടർ ഓമനക്കുട്ടി. ഇവരെ രണ്ടുപേരെയും ഞാനിതാ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ഈ ശാസ്ത്രീയ സംഗീത രംഗത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പരിചയത്തെപ്പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയോ ഒരു അവഗാഹത്തെപ്പറ്റിയോ ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ഞാൻ സാറ് വന്നിട്ട് ചോദിക്കാമെന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു. അതായത് ഞാനും രാധാകൃഷ്ണനും ഒരു കാലഘട്ടത്തിൽ പഠിച്ചതാണ്. പക്ഷേ ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല. രാധാകൃഷ്ണൻ അത്രയും സ്റ്റാൻഡേർഡ് ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരിട്ട് സെക്കൻഡ് ഇയറിലാണ്, ഫസ്റ്റ് ഇയറിലല്ല, അക്കാഡമിയിൽ ഗാനഭൂഷണ സെക്കൻഡ് ഇയറിൽ തന്നെ രാധാകൃഷ്ണൻ അഡ്മിഷൻ കൊടുത്തു. ചെമ്മക്കുടി സ്വാമി അങ്ങനെയായിരുന്നു. 2ാം കൊല്ലമാണ് അഡ്മിഷൻ കൊടുത്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ആയത്. അന്ന് വന്നപ്പോഴും രാഗവും സ്വരവും ഭംഗിയായിട്ട് പോകണം, കച്ചേരി വരെ പാടാൻ കഴിവുള്ള ആളായിരുന്നു. പഠിക്കാൻ വരുമ്പോൾ തന്നെ അത്ര സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചിരുന്നു. അച്ഛൻ വലിയൊരു ഭാഗവതരായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ്റെ ശിക്ഷണത്തിലും അമ്മയും പാട്ടുകാരിയായിരുന്നു. പിന്നെ സഹോദരി, അവരുടെ കുടുംബം മുഴുവനും എല്ലാവരും സംഗീതക്കാരാണ് മാത്രമാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ കച്ചേരി നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഒരുമിച്ച് സെറ്റായിട്ട് ചേർന്ന് ഒരു സ്റ്റേജിൽ. അതെ, പലയിടത്തും ഞങ്ങൾ ഒരുമിച്ച് നേരിട്ട് പാടിയിട്ടുണ്ട്. ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ റേഡിയോ കൂടെ ഒരു പരിപാടി നടത്തി. ആകാശവാണിയിൽ ജോലിയുള്ള സമയത്ത്. അതെ, ആകാശവാണിയിൽ അപ്പോൾ ജോലിയാണ്. പിന്നെ അതുപോലെ വെളിയിൽ സ്റ്റേജുകളിൽ ഞങ്ങൾ 2-3 സ്ഥലത്ത് ഒരുമിച്ച് പാടിയിട്ടുണ്ട്. നീണ്ട 6 വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചു. പിന്നീടും ആ ബന്ധം ഒരുപാട് കാലം ഇങ്ങനെ ഇപ്പോഴും ആ ബന്ധം ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു പോകുന്നു. അധ്യാപകരെല്ലാം ഞങ്ങളോടൊരു വലിയ അധ്യാപകരായിരുന്നു. അയ്യോ, വലിയ ചെമ്മൻകുടി സ്വാമിയാണ് പ്രിൻസിപ്പൾ. അത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് തൊട്ട് എല്ലാ പ്രൊഫസേഴ്സിൻ്റെയും. അതെ. ഞാൻ ഈ സമാഗമം തുടങ്ങിയ കാലം മുതൽ ഞാൻ ഈ പരിപാടി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എൻ്റെ വായിൽ നിന്ന് ഒരു അബദ്ധം വന്നു പോകരുത് എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഞാനൊരു അബദ്ധം ചോദിക്കാൻ പോവുകയാണ്. 2 പേരിൽ ആരാ മൂത്തത്? ഇത് തന്നെയാണ് ഞാൻ പറയാനിരുന്നത്. എനിക്കുള്ള ഒരു വിഷമവും അതാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഒന്ന് പോയാൽ അവിടെ ചേട്ടനെയും ക്ഷണിച്ചിരിക്കും, എന്നെയും ക്ഷണിച്ചിരിക്കും. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അനിയൻ ഇപ്പം അങ്ങോട്ട് പോയതേ അല്ലെങ്കിൽ അനിയൻ ദാ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്കുള്ള മനപ്രയാസം ഒന്ന് ആലോചിക്കാമല്ലോ. ഞാൻ അനിയത്തിയാണ്. പക്ഷെ ചേട്ടൻ ഇന്നുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, അത് ഭയങ്കര യങ് ലുക്കിംഗ് ആണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. ഞാൻ ചേച്ചിയോട് അത് ചോദിക്കുന്നത് ഒരു വളരെ മര്യാദയുടെ ഇതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാറുണ്ട്. ഇവർ രണ്ടുപേരും വരുമ്പോൾ ചോദിക്കാൻ ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഞാൻ നിത്യവും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ശരിക്ക് ഓർമ്മ വെക്കുന്ന കാലം മുതൽ സംഗീതമല്ലേ അല്ലേ? കുടുംബത്തിൽ ഇങ്ങനെ വീട്ടിലെല്ലാവരും അന്തരീക്ഷത്തിലാണ് വളർന്നത്. ഓർമ്മ വെക്കുന്ന കാലം മുതൽ എനിക്ക് അടിയും കിട്ടും, അവർക്ക് അടി കിട്ടത്തില്ല. അങ്ങനെയുണ്ട് അല്ലേ? അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്താല് അടി ഉറപ്പായി എനിക്ക്. അപ്പോൾ എവളെ അടിക്കാൻ പിടിക്കുമ്പോഴത്തേക്ക് ബോധം കിട്ടുന്നത് ചുമ്മാതാ. ഇങ്ങനെ കണ്ണു വെച്ച് നോക്കുക. അച്ഛൻ പോയി കഴിയുമ്പോൾ പതുക്കെ എണ്ണീറ്റ് പോകാൻ ചെയ്യും. അദ്ദേഹം പറഞ്ഞ പോലെ ഇവരൊരുമിച്ച് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അതുപോലെ ഞാനും ചേട്ടനും ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. കാരണം ശാസ്ത്രീയ സംഗീതം സാധാരണ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പാടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ സിംഗപ്പൂരിൽ, അതുപോലെ തന്നെ ദുബായിൽ 3-4 ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഞങ്ങളെയാണ് പ്രേയറിന്, ചേട്ടനെ എന്നെയും പ്രേയറിന് വിളിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു പ്രേയർ പാടി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഞങ്ങളെ അടുത്ത് വിളിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ എത്രയോ ദൂരെയാണ് ആൾക്കാർക്ക് ഇരിക്കാൻ പോലും പറ്റുന്നത്. എന്നിട്ട് പറഞ്ഞത്,
പെർഫെക്റ്റ് ബ്ലെൻഡിങ് ഓഫ് വോയിസസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പെരുത്ത് കയറുന്നുണ്ട്. അപ്പോൾ അത് അനുഭവിക്കുമ്പോൾ എന്തായിരിക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇങ്ങനെ സഹകരിക്കാനും പറ്റിയിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ ഇരുന്ന് പാടുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണ്, അൺപ്രഡിക്റ്റബിളാണ്. ഇപ്പോൾ സരസസാമദാനം അതൊക്കെ പാടുമ്പോഴേ കാപ്പി നാരായണൻ്റെ പാടുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് കയറുന്നത് കീർത്തനം മാത്രം എന്നായിരിക്കും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇരിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ നിരവിലും സ്വരവും കൂടെ പാടും, നീയും കൂടെ പാടിക്കണം. അവിടെ ഇങ്ങനെ ഒരു നേരത്തെ പറയാതെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് തരുമായിരുന്നു. എനിക്ക് അത്രയും ഒരു ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അത് അങ്ങനെ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അയ്യോ, മനോധർമ്മം അല്ലേ? സ്വരങ്ങൾ അങ്ങനെയാണല്ലേ? പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളിനെ അങ്ങനെ പാടാൻ ഒക്കുള്ളൂ. മനോധർമ്മം അപ്പം ഞാൻ ആ സമയത്തായിരിക്കും പറയുന്നത്. അപ്പം എൻ്റെ ഒരു മൂഡായിരിക്കും അത്. ആ മൂഡിനനുസരിച്ച് പാടണമെങ്കിൽ അത്രയും ഒരു അത് വാസവൻ ഞാനുമായിട്ട് പാടുമ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ നോക്കിക്കൊണ്ട് എക്സ്റ്റംപറൈസേഷൻ അല്ലേ. ഇപ്പൊ കീർത്തനമാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. മറ്റേത് ആ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ എക്സ്റ്റംപറൈസേഷൻ അല്ലേ, നമ്മുടെ മൂഡിനനുസരിച്ച്. ഈ സ്ഥലങ്ങളിലൊക്കെ തമ്പുരു വിട്ടത് ഞാനാണ്. അപ്പൊ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഓമൻ ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഓമൻ ചേച്ചി ഇങ്ങനെ ചേട്ടൻ്റെ മുഖത്തൊന്നും കണ്ണെടുക്കില്ല. കാരണം ചേട്ടൻ്റെ ചുണ്ട് നോക്കിയാണ് വെച്ച് പാടുന്നത്. ആ ടെൻഷൻ നമുക്ക് ശരിക്കും ഫീൽ കൂടെ പിടിക്കണ്ടല്ലേ? എന്തോ അതെ, ചിലപ്പോൾ 3 സംഗതികൾ പാടി വന്നിരിക്കും. എൻ്റെ അടുത്ത് പറയുന്നത് ഓരോ സംഗതി ഓരോന്നും 2 പ്രാവശ്യം വീതം, ചിലപ്പോൾ 3 പാടിയെന്നിരിക്കും, 4 പാടിയെന്നിരിക്കും. അപ്പം ഞാനും അതുപോലെ തന്നെയല്ലേ, ആ ക്ലാഷ് വരിയില്ലേ. എന്താണ് ടീച്ചറെ കൊണ്ട് ഒരു സിനിമാ പാട്ട് ഇതുവരെ പാടിക്കാറുള്ളത്? നമുക്ക് ജന്മനാ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിനോടാണ് ഒരു കൂടുതൽ ഒരു അടുപ്പം. സിനിമാ പാട്ട് പാടണമെങ്കിൽ ഇപ്പോൾ ഈ ഫാൾസ് വോയിസ് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് പാടുന്നൊരു പാരമ്പര്യം അല്ല ഉള്ളത്. പിന്നെ വല്ല ഭജൻസ് പോലുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്. അല്ല, എങ്കിലും ചേട്ടന് അതൊക്കെ ക്ലാസിക്കൽ ടച്ചസ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഐത്തത്തിന് ജഗതോദ്ധാരണ ചിത്രയും ഞാനും കൂടെ ആയിരുന്നു. ചിത്രയും ഞാൻ എപ്പോഴെപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചു, എങ്ങനെയാണ് ഈ ചിത്രയെ കണ്ടെത്തിയത്? സ്കോളർഷിപ്പ്, CCRTയുടെ സ്കോളർഷിപ്പിൽ പഠിച്ച കുട്ടിയാണ്. അതിന് ആദ്യമായിട്ട് ചിത്രയ്ക്കാണ് കിട്ടുന്നത്. അങ്ങനെ എൻ്റെ കൂടെ വരും. പിന്നെ ചിത്ര 12 മണി വരെയൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും. കൃഷ്ണനായർ സാർ വരാൻ താമസിക്കും, വിളിച്ചുകൊണ്ട് പോകാൻ. ദൂരെയാണ് അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരിക്കുകയായിരുന്നല്ലോ വേറൊരു സ്കൂളിൽ. അപ്പോൾ താമസിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം മിക്കവാറും അവിടെ കാണും. അങ്ങനെ അതെ, അരുന്ധതി പിന്നെ ഡോക്ടറേറ്റ് എടുത്ത എൻ്റെ കീഴിൽ. അപ്പോൾ വളരെയധികം അടുപ്പം ഇവർ രണ്ടുപേരുമായിട്ട് എനിക്കുണ്ട്.